നമസ്കാരം. മഴക്കാലം എത്തിയതോടെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം കൂടുതൽ സുന്ദരിയായി. രൗദ്രഭാവത്തിൽ നദി നിറഞ്ഞൊഴുകുകയാണ്. പാറകളിൽ തട്ടിച്ചിതറി വെള്ളം താഴേക്ക് പതിക്കുന്ന കാഴ്ച ആരെയും കൊതിപ്പിക്കും. പക്ഷെ അടുത്തു നിൽക്കുന്തോറും ഏതൊരാൾക്കും ഭയം കാരണം ഈ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കാറില്ല. അതെ, ഭയമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തോട് പ്രദേശവാസികൾക്ക്. അതിന് കാരണം ഇതുവരെ ഇവിടെ പൊലിഞ്ഞത് 100ഓളം ആളുകളുടെ ജീവനാണ്. പുണ്യനദിയായ പമ്പയുടെ കൈവഴിയായ പെരുന്തേനരുവി പക്ഷേ പാപങ്ങൾ കഴുകിക്കളയാറില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയിലേക്ക് സഞ്ചാരികളെ മാടി വിളിച്ച് കാണാക്കയത്തിൻ്റെ ഉള്ളറകളിൽ ഒളിപ്പിക്കുകയാണ് പതിവ്. ഒരുപക്ഷെ ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞ ഒരു വെള്ളച്ചാട്ടം കേരളത്തിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല. ഇവിടെ നടക്കുന്ന മരണങ്ങൾക്ക് പിന്നിൽ ഏതോ നിഗൂഢ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. നിറം പിടിപ്പിച്ച കഥകൾക്ക് പിന്നിൽ വായ്മൊഴിയായി വന്ന ഒരു കഥയുമുണ്ട്. 500 വർഷങ്ങൾക്ക് മുൻപ് ഇടമുറിയിൽ ജീവിച്ചിരുന്ന ഒരു കീഴ്ജാതിക്കാരനായ യുവാവുണ്ടായിരുന്നു. ചക്കൻവേലൻ എന്ന നാട്ടുകാർ വിളിച്ചിരുന്ന ശക്തൻ വേലൻ പ്രകൃതി ദുരന്തങ്ങളിലും അപകടങ്ങളിലും ജനങ്ങളുടെ രക്ഷകനായി എത്തുന്ന അതിശക്തനായ അജാനുബാഹുവായ വ്യക്തി. മദ്യവും സ്ത്രീകളും ദൗർബല്യമായിരുന്ന ചക്കൻ വേലന് മേൽജാതിക്കാരിയായ ഒരു യുവതിയുമായി അടുപ്പമുണ്ടാകുകയും ഇതറിഞ്ഞ് സവർണ പ്രമാണിമാർ ചക്കൻ വേലനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനായി ചക്കൻ വേലൻ്റെ തന്നെ സുഹൃത്തുക്കളായ 6 പേരെ ഏർപ്പാടാക്കുകയും ചെയ്തു. സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി പെരുന്തേനരുവിയിൽ മത്സ്യബന്ധനത്തിനു വന്ന ചക്കൻവേലന് മദ്യം നൽകി നദിയിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ശക്തനായ ചക്കൻവേലൻ നദിയുടെ ആഴങ്ങളിലേക്ക് കൊലപ്പെടുത്താൻ ശ്രമിച്ച 6 പേരെ കൂടി കൊണ്ടുപോയി. മാത്രമല്ല തന്നെ നദിയിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച സവർണ മേലാള വിഭാഗത്തെ ശപിക്കുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ പെരുന്തേനരുവിയിൽ ഗതി കിട്ടാതെ അലയുന്നത് 100-ലധികം ആത്മാക്കളാണ്. ദിനംപ്രതി നിരവധി സഞ്ചാരികൾ എത്തുന്ന പെരുന്തേനരുവിയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കിയെങ്കിലും ഇപ്പോഴും മരണക്കയത്തിന് അതിരിടാൻ തക്ക സൗകര്യങ്ങൾ ഇവിടെയില്ല. ചില ദിവസങ്ങളിൽ പെരുന്തേനരുവിയിൽ കിലോമീറ്ററുകൾ ദൂരേക്ക് കേൾക്കാവുന്ന തരത്തിൽ ചൂളം വിളി കേൾക്കാമെന്നും അടുത്ത ദിവസം തന്നെ ഇവിടെ മരണം ഉറപ്പാണെന്നും സമീപവാസികൾ പറയുന്നു. കോട്ടയം, എരുമേലി, മുക്കൂട്ടുതറ, ചാത്തന്തറ വഴിയോ തിരുവല്ല, പത്തനംതിട്ട, റാന്നി, വെച്ചൂച്ചിറ, നവോദയ സ്കൂൾ ജംഗ്ഷൻ വഴിയോ പെരുന്തേനരുവിയിൽ എത്തിച്ചേരാം. മൺസൂൺ കനത്ത സമയങ്ങളിൽ സഞ്ചാരികൾ ഒഴുകിയെത്തുമെങ്കിലും ആവശ്യത്തിന് സുരക്ഷാ സംവിധാനങ്ങളോ ഉദ്യോഗസ്ഥരോ പെരുന്തേനരുവി ടൂറിസം മേഖലയിലില്ല. വെള്ളവും തീയും മനുഷ്യനെ ആകർഷിക്കുമെന്ന് പറയുന്ന ശാസ്ത്രീയത എന്താണെന്ന് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ആരെയും ആകർഷിക്കുന്ന കാന്തിക ശക്തിയുണ്ട് പെരുന്തേനരുവിക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ നഷ്ടപ്പെടുന്നത് 100 കണക്കിന് ജീവനുകളാണ്. പ്രദേശത്ത് അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയ സംസ്ഥാന സർക്കാർ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ കൂടി നിയമിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, ഡെയിലി മലയാളി.